ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പച്ചമല്ലിയും മുളകും ഒക്കെ വറുത്തരച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരു വളരെ ടേസ്റ്റിയായ വഴുതനങ്ങ തീയലാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി ഞാൻ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തീയലിന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വറുക്കണം. ഇതിപ്പോൾ മല്ലിയൊക്കെ പച്ചയായിട്ട് തന്നെ ചേർക്കുകയാണ്, മല്ലിപ്പൊടിയല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല, കറി നല്ല കുറുകി കിട്ടും. ആദ്യം തന്നെ കുറച്ച് തേങ്ങ എടുത്ത് വറുത്തു. അതിലേക്ക് നമ്മൾ ഒരു 6-7 വറ്റൽമുളക് ചേർത്തു. ഇനി അതിലേക്ക് നമ്മുടെ മല്ലി 3 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി കൊടുത്ത് അത് വറുത്തെടുക്കുക. നന്നായിട്ട് ചുവന്ന് വരുന്നവരെയും ആ തേങ്ങ നന്നായി ചുവന്ന് വരും, ആ മല്ലിയും. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇനി അത് നന്നായി അരച്ചെടുക്കണം. ഒപ്പം നമ്മൾ കുറച്ച് സവോളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനയും നന്നായി കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കുക. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങ കഷ്ണങ്ങളിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി നമുക്കിപ്പോൾ ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. മുളക് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് അരപ്പിൽ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അത് വേവാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇത് ചാറായിട്ട് കുറച്ചെങ്കിലും വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കാം. ഞാൻ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമാണ്. ഒരുപാട് പുളി വേണ്ട. ഇനി ഞാനിതിലേക്ക് ഒരു തുള്ളി ശർക്കര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷെ തീയലിനൊക്കെ കുറച്ച് ശർക്കര ചേർത്താൽ കുറച്ച് നല്ലതാണത്, ടേസ്റ്റിയാണ്. വേണമെങ്കിൽ മതി. വീണ്ടും അത് വേവാൻ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും അത് മുഴുവനായിട്ട് വെന്തു എന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് അതിലേക്ക് ചേർക്കുക. കുറച്ച് ചാറ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ അരപ്പ് അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറ് കൂടി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ അതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മാത്രം മതി, നമ്മുടെ കറി റെഡി ആയിക്കോളും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അതിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പക്ഷേ ഇതിലേക്ക് താളിച്ച് കൂടെ ചേർക്കണം. കറിവേപ്പിലയും ഉള്ളിയും ഉണക്കമുളകും കടുകിട്ട് പൊട്ടിയ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ആ താളിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ കറി റെഡി. ഇങ്ങനെ ഉണ്ടാക്കുന്ന തീയലിന് ഒരു പ്രത്യേക മണവും രുചിയുമായിരിക്കും.